നമസ്കാരം, ഷിബിഡിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ CBSE ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡൽ നോക്കാം. CBSE 10ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 80 മാർക്കിൻ്റെതാണ്. 3 മണിക്കൂറാണ് എഴുതാനുള്ള സമയം. അപ്പൊ ഈ ഒരു ചോദ്യ പേപ്പറിന്റെ മാതൃക കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അറിയാലോ, A വിഭാഗമായിട്ടും B വിഭാഗമായിട്ടാണ് 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ഡിവിഷൻ വരുന്നത്. അതിൽ A വിഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക. അതിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. അതിൽ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം 1 വേർഡ് ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരഗ്രാഫ് നന്നായിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ രണ്ടാമത്തെ ചോദ്യം ഏതെങ്കിലും 8 എണ്ണത്തിന് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സമ്പന്ന എന്നതിന്റെ വിപരീത പദം ഏത് എന്നൊരു ചോദ്യമുണ്ട്. സമ്പന്നം എന്നുള്ളതിന്റെ വിപരീത പദം ദരിദ്രം എന്നാണ്. അടുത്ത ചോദ്യം ബുധജനം എന്നുള്ളതിന്റെ ശരിയായ അർത്ഥം ഏത് എന്നൊരു ചോദ്യമുണ്ട്. അതിനുമൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അപ്പൊ ശ്രദ്ധിച്ച് എഴുതുക. ബുധജനം എന്നുള്ളവർ അറിവുള്ളവർ അല്ലെ, ബുധജനം പരിത്യജിക്കും, ക്രോധം പരിത്യജിക്കും. ബുധജനം അറിവുള്ളവർ കോപം ഉപേക്ഷിക്കും. വേദം എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത് എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ നിഗമം, ആരണം, ആഗമം, വിപിനം, ഇത് ആദ്യത്തെ 3 എണ്ണവും വേദത്തിന്റെ പര്യായ പദങ്ങൾ തന്നെയാണ്. വിപിനമാണ് കാട്, അപ്പൊ അത് പര്യായ പദം അല്ലാത്തതാണ്. അടുത്ത ചോദ്യം പ്രാണി എതിർലിംഗം ഏത്? പ്രാണി എതിർലിംഗം പ്രാണിനി എന്നുള്ളതാണ്. കാഷ്ടം എന്നതിന്റെ നാനാർത്ഥ പദങ്ങൾ ഏത്? അതായത് കാഷ്ടം എന്നത് മരത്തടി, ജന്തുക്കളുടെ വിസർജ്യം, അറ്റം, ഇങ്ങനെയുള്ള പദങ്ങളുണ്ട്. പക്ഷെ നാനാർത്ഥ പദങ്ങൾ ഏതെന്ന് ചോദിക്കുമ്പോൾ 2 എണ്ണം ഇതിനകത്ത്: മരത്തടി, ദുഃഖം, ജന്തുക്കളുടെ വിസർജ്യം, അറ്റം. പക്ഷെ കാഷ്ടത്തിന് 2 അർത്ഥമാണ് നാനാർത്ഥത്തിൽ ഇവിടെ വരുന്നത്. മരത്തടി എന്നൊരർത്ഥം വരും, ജന്തുക്കളുടെ വിസർജ്യം എന്നും വരും. കാണാവുന്നത് എന്നതിന്റെ ഒറ്റപ്പദം ദർശനം, ദൃഷ്ടി, ദൃശ്യം, ദൃഷ്ടാവ്. കാണാവുന്നത് ദൃശ്യം എന്നുള്ളതാണ് കാണാവുന്നതിന്റെ മറ്റൊരു പദം. അപ്പൊ ഇത് ശ്രദ്ധിച്ച് എഴുതുക എന്നുള്ളതാണ്. ഇതിന്റെ ഓപ്ഷൻസ് എല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചായിരിക്കും. പാരം, പരം, ഇവയുടെ അർത്ഥ വ്യത്യാസം വ്യക്തമാക്കുക. പാരം വളരെ, പരം പരം എന്നിവയുടെ അർത്ഥ വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. വളരെ, അന്യം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. കർമ്മത്താൽ നീതർ ശരിയായ വിഗ്രഹ രൂപം ഏത്? കർമ്മനീതർ ശരിയായ വിഗ്രഹ രൂപം കർമ്മത്താൽ നീതർ എന്നുള്ളതാണ്. കുറ്റമറ്റ പിരിച്ചെഴുതുമ്പോൾ കുറ്റം പ്ലസ് അറ്റ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കാരണം അത് ആദേശസന്ധിയിൽ വരുന്ന പദമാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. ഇതിലിവിടെ 4 പദങ്ങൾ ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. അക്ഷരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. സന്തബ്ദം, സന്തപ്തം, സന്തപ്തം. അതിൽ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് എഴുതണം. സന്തപ്തം എന്ന് പറഞ്ഞ പദം നമ്മൾ പഠിക്കുന്നുണ്ട്. ചൂട് പിടിച്ച്, അതാണ് ശരിയായ രണ്ടാമത്തേത്. അടുത്തത് 3ാമത്തെ ഇതിൽ വരുന്ന ചോദ്യം ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ബ്രാക്കറ്റിൽ നിന്ന് ശരി ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ 4 എണ്ണത്തിന് 2 മാർക്ക് വീതമാണ്. നീളും മലയുടെ ചങ്ങലവട്ടയിൽ നീളം നാളം പാടല വിരലാൽ നീട്ടി. അപ്പൊ ചങ്ങലവട്ടയിലെ നാളം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തിനെയാണ്? ഉദിച്ചുയരുന്ന സൂര്യനെയാണ് ചങ്ങലവട്ടയിലെ നാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാണത്തോടെ ഓണക്കോടി ഉടുത്ത് നിൽക്കുന്ന ആരാണ്? പ്രഭാതമാണോ, കുട്ടികളാണോ, കവിയാണോ, മഹാബലിയാണോ? പ്രഭാതമാണ്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ഈ വരികൾ എഴുതിയത് ആരാണ്? കുമാരനാശാന്റെ വരികളാണ്. കവിയുടെ പേര്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ചോദ്യോത്തരങ്ങളാണ്. ഇന്നും വഴി പറഞ്ഞേക്കാം, മടങ്ങാതെ വയ്യ, തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. ഇത് അമ്മയെ കളയാൻ പോകുന്ന അമ്മത്തൊട്ടിലെന്ന ആ കവിതയിലെ മകന്റെ വാക്കുകളാണ്. അപ്പൊ ഇവിടെ ആരെയാണ് പഴിക്കുന്നതെന്നാണ് ചോദ്യം. ഇന്നും മകനെ ഭാര്യ പഴി പറഞ്ഞേക്കാം, അമ്മയെ ഉപേക്ഷിക്കാതെ തിരിച്ചു കൊണ്ടു ചെല്ലുന്നതിന്. അപ്പൊ അവിടെ അമ്മയെ ഉപേക്ഷിക്കാതെ തിരിച്ചു കൊണ്ടു ചെല്ലുന്നതിന് ഭാര്യ പഴി പറഞ്ഞേക്കാം. അപ്പൊ ഭാര്യ ഭർത്താവിനെ ഇന്ന് പഴി പറഞ്ഞേക്കാം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. എന്തിനാണ് പഴി പറയുന്നത്? അമ്മയെ ഉപേക്ഷിക്കാത്തതിനാൽ. സമുദ്രം താണ്ടി സമ്പാദ്യം കൊണ്ടുവന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി. ഇവിടെ കച്ചവടക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? പാണ്ഡവര് 18 ദിവസത്തെ യുദ്ധം നടത്തിയിട്ട് അവസാനം ഒരു രാത്രിയിൽ അവരുടെ കഴിവുകേട് കൊണ്ട് അവരുടെ ആൾക്കാരെല്ലാം മരണപ്പെട്ടു. അപ്പൊ പാണ്ഡവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സമ്പാദ്യം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? രാജ്യഭരണം, യുദ്ധവിജയം, നിധി, ചൂടാമണി. എന്താണ്? യുദ്ധവിജയമാണ് അവർക്ക് ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത്. ഒരു റേഡിയോ വാങ്ങണം സുഖോ, ഇങ്ങനെ പറഞ്ഞപ്പോൾ ചാക്കുണ്ണിക്കുണ്ടായ മനോഭാവം എന്ത്?
അഭിമാനമാണ് അല്ലെ? അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഒരു റേഡിയോ വാങ്ങണം, അതിനാണ് ഞാൻ പട്ടണത്തിലേക്ക് പോകുന്നതെന്ന് കണ്ടക്ടറോട് പറയുന്ന ചാക്കുണ്ണിയാണ് ഇവിടെ കാണുന്നത്. റേഡിയോ വാങ്ങാൻ പുറപ്പെട്ട ചാക്കുണ്ണിയോട് നാട്ടുകാരുടെ മനോഭാവം എന്ത്? സ്നേഹം, അസൂയ, പുച്ഛം, ആദരവ്. ആദരവല്ലേ, ആ നാട്ടുകാർക്കെല്ലാം അവനോട് ആദരവാണ്. പുലർച്ചയ്ക്ക് മുമ്പേ കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായപ്പൻ കേട്ടു. എവിടെയാണ് കൊമ്പുവിളികൾ മുഴങ്ങിയത്? ജയിലിൽ അല്ലേ? ജയിലില് ആ മകനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പുള്ള ചടങ്ങായിരുന്നു. എന്തിന്റെ സൂചനയായിരുന്നു കൊമ്പുവിളി? വധശിക്ഷയുടെ ചടങ്ങിന്റെ ആണ് കൊമ്പുവിളി. ഇനി 4ാമത്തെ സെറ്റിൽ വരുന്നത് ഏതെങ്കിലും 4 മാത്രം ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. ചെമ്പുമത്ത എങ്ങനെ പറഞ്ഞെങ്കിലും നേരെ മറിച്ചായിരുന്നു ചാക്കുണ്ണിയുടെ അനുഭവം. ചെമ്പുമത്തായി പറഞ്ഞതെന്ത്? റേഡിയോ ഇല്ലെങ്കിൽ മനസ്സമാധാനം പോകുമെന്ന്, റേഡിയോ ഇല്ലെങ്കിൽ മനസ്സമാധാനം കിട്ടുമെന്ന്, റേഡിയോ കയ്യിലിരിക്കുന്നതാണ് നല്ലത്. ചെമ്പുമത്തായി പറഞ്ഞത് നിനക്ക് റേഡിയോ ഇല്ലെങ്കിൽ മനസ്സമാധാനം കിട്ടുമെന്നാണ്. പക്ഷേ ചാക്കുണ്ണിയുടെ അനുഭവം എന്തായിരുന്നു? അത് അടുത്ത ചോദ്യമാണ്. ചാക്കുണ്ണിക്ക് ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി, റേഡിയോ കൂടെ ഇല്ലാതായപ്പോൾ. അത് പറഞ്ഞപ്പോൾ ചെമ്പുമത്തായുടെ മനോഭാവം എന്തായിരുന്നു? റേഡിയോ ഒക്കെ എന്ത് നിസ്സാരമാണെന്നുള്ള ഒരു ഭാവമാണ് അയാൾ മുഖത്ത് കാണിച്ചത്. സന്തോഷ് കുമാറിന്റെ കൃതി ഏതാണ്? പണയം. ബലിക്കാക്കൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. എവിടെ നിന്ന്? വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെയോ നിന്ന്. പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് പാഠഭാഗങ്ങൾ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. യാത്രയിലുടനീളം വെള്ളായപ്പനോടുണ്ടായിരുന്ന കരുതൽ എന്തായിരുന്നു? പൊതിച്ചോറ്, പാഴുതറക്കാരുടെ ശ്രദ്ധ, മകനെ കുറിച്ചുള്ള ഓർമ്മ, കുളിയുടെ അനുഭവം. അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആ വെള്ളായപ്പനോടൊപ്പം ചേർന്ന് നിന്ന സാധനം എന്തായിരുന്നു? വെള്ളായപ്പനോടൊപ്പം ആ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങിയത് മുതൽ മകന്റെ മരണം കഴിഞ്ഞ് അവന്റെ ശവശരീരം അടക്കം ചെയ്യുന്നവരെ കൂടെ ഉണ്ടായിരുന്ന വസ്തു, നിരന്തര സാന്നിധ്യമായിരുന്നത് പൊതിച്ചോറ് തന്നെയാണ്. ആകാശങ്ങൾ തെളിഞ്ഞത് എങ്ങനെ? ഒരു കാക്ക കരച്ചിലോട് ആണ് ആകാശങ്ങൾ തെളിഞ്ഞത്. മലയാള നോവൽ സാഹിത്യത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ കൃതി ഏത്? അപ്പോൾ ഇതിനകത്ത് മലയാള നോവൽ സാഹിത്യത്തിലെയാണ്. അപ്പോൾ ഇത് കടൽ തീരത്തെ ഒരു ചെറുകഥ മാത്രമാണ്. ഖസാക്കിന്റെ ഇതിഹാസമാണ് നോവൽ സാഹിത്യത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയ കൃതി. രാഗാതി സങ്കുലമായുള്ള സംസ്കാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യ സഖേ. ഈ ലോകത്തെ ജീവിതം ആകെ ചിന്തിക്കുകയാണെങ്കിൽ സ്വപ്നതുല്യമാണെന്ന് എഴുത്തച്ഛൻ പറയുന്നു. ഇവിടെ സംസാരം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹലോക ജീവിതം എന്നുള്ളതാണ്. സംസാരത്തിന് മറ്റൊരർത്ഥമുണ്ട് വർത്തമാനം, പക്ഷെ അവിടെ ഇഹലോക ജീവിതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. തന്നിരിക്കുന്നതിൽ മനുഷ്യന്റെ ശത്രുവല്ലാത്ത വികാരം കാമം, അഭിമാനം, ക്രോധം, ലോഭം. അപ്പൊ ലോഭം, മോഹം, കാമം, ക്രോധം ഒക്കെ ശത്രുക്കളാണ്. ഇവിടെ അഭിമാനം ശത്രുവല്ല. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഏത് കാണ്ഡത്തിൽ നിന്നാണ് ലക്ഷ്മണ സാന്ത്വനം എടുത്തിരിക്കുന്നത്? അയോധ്യ കാണ്ഡത്തിൽ നിന്നാണ് ലക്ഷ്മണ സാന്ത്വനം എടുത്തിരിക്കുന്നത്. ഈ പാഠഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ള കിളിപ്പാട്ട് വൃത്തം ഏത്? വൃത്തമാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഭൂമിയാകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി, ദിക്കുകൾ മങ്ങി. വരികളുടെ സാരം: സൂര്യൻ അസ്തമിച്ചു, ബ്രഹ്മശിരസ് പ്രയോഗിച്ചപ്പോൾ പ്രകൃതി ഭയപ്പെട്ടു, മിന്നലും ഭൂമി കുലുക്കവും ഉണ്ടായി. അതുമല്ല, ദുര്യോധനന്റെ അവസ്ഥയിൽ പ്രകൃതി പോലും സങ്കടപ്പെടുന്നതാണ് ഈ അനുഭവം. അയാൾ നന്നേ പണിപ്പെട്ട് അവയെ ആട്ടി അകറ്റുന്നുണ്ട്. ആരെയാണ് ആട്ടി അകറ്റുന്നത്? പടക്കളത്തിൽ ഇങ്ങനെ തുടച്ചതഞ്ഞ് കിടക്കുകയല്ല ദുര്യോധനൻ. ശവശരീരം തിന്നാനായി വരുന്ന കുറുക്കന്മാരെയാണ് അയാളെ കൈകൊണ്ട് ആട്ടി അകറ്റുന്നത്. ആരാണ് പരീക്ഷത്തിന് ആയുധാഭ്യാസം പരിശീലിപ്പിക്കുക? കൃപര് ആയുധാഭ്യാസം പരിശീലിപ്പിക്കുമെന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ദ്രൗണിയും കൂട്ടരും പാണ്ഡവപാളയത്തിൽ കടന്നു ചെന്ന് അറുകൊല നടത്തിയെന്ന് അറിഞ്ഞപ്പോൾ മോഹാലസ്യപ്പെട്ട് വീണത് യുധിഷ്ഠിരനാണ് മോഹാലസ്യപ്പെട്ട് വീണത്. അറുകൊല പഴമോടരിയും പപ്പടവും തന്നത് ആവത് വേഗം അയക്കാൻ നോക്കാം. ഈ കവിയാകുന്ന പുള്ളുവനെ വേഗം പറഞ്ഞയക്കാനാണ് പരിഷ്കാരത്തിന് തിണ്ണയിലുള്ളവർ ശ്രമിക്കുന്നതെന്ന് പറയുന്നു. അയക്കാൻ നോക്കുന്നത് പരിഷ്കാരികൾ അല്ലെ? പരിഷ്കാരികളാണ് കവിയെ പറഞ്ഞയക്കാൻ നോക്കുന്നത്. താഴെ പറയുന്നതിൽ വയലോപ്പള്ളിക്ക് ചേരാത്ത വിശേഷണം. കാച്ചിക്കുറുക്കിയ കവിതകളുടെ രചയിതാവ് എന്നുള്ള ചേരുന്നതാണ്. എല്ലുറപ്പുള്ള കവിതകൾ എഴുതിയ കവി, പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യകാല സംസ്ഥാന അധ്യക്ഷൻ, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അത് അദ്ദേഹത്തിന് ചേരുന്നതല്ല, ബാക്കിയെല്ലാം അദ്ദേഹത്തിന് ചേരുന്നതാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വയലോപ്പള്ളി കൃതി ഏത്? വിട എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്.
അപ്പൊ അത്ര ആയപ്പോഴേക്കും അതിലെ അടുത്ത സെറ്റ് ചോദ്യങ്ങൾ തീരുകയാണ്. ഇനി നമ്മൾ ബി വിഭാഗത്തിലേക്ക് വരികയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബി വിഭാഗം. അതിൽ 5ാമത്തെ ചോദ്യത്തിൽ പ്രയോഗം മാറ്റുക. കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗമാണ്. ജയിലിന്റെ പടിക്കൽ പാറാവുകാരനാൽ വെള്ളായിയപ്പൻ തടയപ്പെട്ടു. ജയിലിന്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായിയപ്പനെ തടഞ്ഞു എന്നുള്ളതാണ് ഉത്തരം. ചാക്കുണ്ണി അതൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല എന്നാണ് 2ാമത്തേത്. അതെങ്ങനെയാണ് പ്രയോഗം മാറ്റുന്നത്? കുണ്ണിയാൽ അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടതേ ഇല്ല. ഇനി അംഗവാക്യം, അങ്കിവാക്യം എന്നിവ വേർതിരിച്ച് എഴുതുക. നമുക്കറിയാലോ, പൂർണ്ണമായ അർത്ഥമുള്ള ഒരു വാക്യവും പൂർണ്ണമല്ലാത്ത അർത്ഥമുള്ള ഒരു വാക്യവുമാണ് തിരിച്ചെഴുതേണ്ടത്. ദ്രൗണി പിന്നെ പുറത്തു കടന്ന് മറ്റ് ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടി വരണേ എന്ന് നിലവിളി കൂട്ടി. അംഗവാക്യം ആണ് ദ്രൗണി പിന്നെ പുറത്തു കടന്ന് മറ്റ് ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ. അംഗവാക്യമാണ് അപൂർണമായിട്ട് തീരുന്നത്. അങ്കി പൂർണ്ണമായിട്ട് തീരുന്നതാണ്. സ്ത്രീകളും കാവൽക്കാരും വേഗം വരണേ എന്ന് നിലവിളി കൂട്ടി. അതെപ്പോഴും ശ്രദ്ധിക്കണം. അങ്കിയാണ് പൂർണ്ണ സെന്റൻസ്, അംഗവാക്യം അപൂർണമായിട്ട് തീരുന്നത്. റേഡിയോ ഓൺ ചെയ്തപ്പോൾ കുട്ടികളുടെ പാട്ട് കേട്ടു. ഇതില് അപൂർണമായിട്ട് തീരുന്നത് റേഡിയോ ഓൺ ചെയ്തപ്പോൾ, അത് അംഗവാക്യം. കുട്ടികളുടെ പാട്ട് കേട്ടു എന്നുള്ളത് അങ്കിവാക്യമാണ്. ഇനി വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ വിജയം ഉറക്കെ വിളിച്ചു പറഞ്ഞ് ജയഘോഷത്തോടെ സന്ധ്യയ്ക്ക് കൂടാരത്തിലേക്ക് തിരിച്ചു. അപ്പൊ അതിനകത്ത് ആവശ്യമില്ലാതെ വരുന്ന പദങ്ങൾ നമ്മൾ ഒഴിവാക്കിയാണ് ഉത്തരം എഴുതേണ്ടത്. വിജയം ഉറക്കെ വിളിച്ചു പറഞ്ഞ്, ജയഘോഷത്തോടെ, ഇത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, ഏതെങ്കിലും ഒന്ന് മതി. അപ്പൊ ഇങ്ങനെയുള്ള റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന വാക്യങ്ങൾ ഒഴിവാക്കിയാൽ മതിയാണ്. അപരിചിതരുടെ ഇഷ്ടമില്ലാത്ത താല്പര്യരഹിതമായ സംഭാഷണം. ഇഷ്ടമല്ലാത്തതും താല്പര്യരഹിതവും ഒരേ മീനിങ്ങാണ്, ഏതെങ്കിലും ഒന്ന് മതി. അർത്ഥം മാറാതെ വിധിവാക്യത്തെ നിഷേധവാക്യമാക്കി മാറ്റുക. ചോരയിലാണ്ട് നിലത്ത് കിടന്ന് രക്തത്തിൽ കുളിച്ചുരുളുന്ന ദുര്യോധനനെ കണ്ടു. ചോരയിൽ വീണ് ഉരുണ്ട് കരയുന്ന ദുര്യോധനനെ കാണാതിരുന്നില്ല എന്നുള്ളതാണ് നിഷേധവാക്യമായിട്ട് വരുമ്പോൾ ഉത്തരം എഴുതേണ്ടത്. ചാക്കുണ്ണിയുടെ മനസ്സിൽ ആദിയായിരുന്നു, ചാക്കുണ്ണിയുടെ മനസ്സിൽ ആദിയായിരുന്നില്ല എന്നാണ് നിഷേധവാക്യമാക്കുമ്പോൾ വരുന്നത്. ഇനി ആശയം വ്യക്തമാകുന്ന രീതിയിൽ സ്വന്തം വാക്യ ശുണ്ഠി എടുക്കുക എന്ന് പറഞ്ഞാൽ കോപിക്കുക എന്നാണ് അർത്ഥം, അത് വെച്ച് എഴുതാം. ലംഘിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം. നിറവേറ്റുക എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പൊ അത് വരുന്ന രീതിയിലുള്ള വാക്യങ്ങൾ രചിക്കുക. ഇനി 6ാമത്തെ ചോദ്യം, ഒന്നരപ്പുറത്തിൽ കവിത എഴുതുക. പെരുകുന്ന വൃദ്ധസാധനങ്ങൾ. അതെന്തായാലും പരീക്ഷയ്ക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, കാരണം നമുക്ക് പഠിക്കാനുള്ള കുറെ പാഠങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ. അപ്പൊ ഇതിനകത്ത് എല്ലാ വീടുകളിലും, അപ്പൊ ഈ 2 വാക്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്ക് മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് വരെ പ്ലാസ്റ്റിക്കിലുള്ളതാണ്. പ്ലാസ്റ്റിക് പൊതുവെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ പോലും മാലിന്യങ്ങൾ കൂടുമ്പോൾ അത് ഭൂമിക്ക് നാശമായി മാറുന്നു. വളത്തിന്റെ സാധ്യത അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണിനെ ഇല്ലാതാക്കുന്നു, ചെടിയുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. അതുപോലെ വൃദ്ധസാധനത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതായത് വൃദ്ധസാധനങ്ങൾ ഇപ്പോൾ കുറച്ച് ആവശ്യമാണെന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഒറ്റയ്ക്കൊക്കെ വീടുകളിൽ ഇരിക്കുന്നതിനേക്കാൾ ആളുകൾക്ക് ഒരുമിച്ച്, ഒരേ പ്രായത്തിലുള്ളവർക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു സ്ഥലമായി വൃദ്ധസദനങ്ങൾ മാറുകയാണ്. അവർക്ക് അത് ഇനി ഒരു ആവശ്യമായി മാറുകയാണെന്നുള്ള ഒരു രീതിയും കൂടെ വരണം. കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് പോലും ഒരു ഉറപ്പില്ലാത്തിടത്തോളം വൃദ്ധസദനങ്ങളിലേക്ക് മാറി താമസിക്കുന്നത് സുരക്ഷിതത്വത്തെ നല്ലതാണ് എന്നൊരു ഓപ്ഷനും കൂടെ അവിടെ വരുന്നുണ്ട്. എന്നാൽ പോലും പറ്റുന്നിടത്തോളം മാതാപിതാക്കളെ കൂടെ നിർത്തി സംരക്ഷിക്കാൻ തന്നെ നമ്മുടെ തലമുറ തയ്യാറാകണം. അതും കൂടെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത പത്രവാർത്തയാണ്. പത്രവാർത്ത എഴുതുമ്പോൾ അറിയാലോ, നമ്മളൊരു കണ്ടന്റ്, ഒരു പത്രത്തിലെ വാർത്ത. ഇത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി നിങ്ങൾ കുറച്ചു ദിവസം പത്രം വായിക്കണം. പത്രത്തില് സ്ഥലം കൊടുത്തിരിക്കും, തിരുവനന്തപുരം, ലേഖകനം കൊടുത്തിരിക്കും, ഒരു ഹെഡിങ് കൊടുക്കും, പത്രവാർത്ത. ഇവിടെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഇവിടെ എല്ലാ വീടുകളും അടുക്കളത്തോട്ടം എന്ന ലക്ഷ്യത്തോടെ പ്രചാരണ പ്രവർത്തനം കൃഷിമന്ത്രി ഉദ്ഘാടനം ചെയ്തതായിട്ടാണ് ഒരു പത്രവാർത്തയായിട്ട് അവതരിപ്പിക്കേണ്ടത്. 5 മാർക്കാണത്. തന്നെ അടുത്തത്, നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീധന പീഡന മരണങ്ങൾക്കെതിരെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഒരു കത്ത് ജില്ലാ കളക്ടർക്ക് തയ്യാറാക്കി നൽകുക എന്നുള്ളതാണ്. അപ്പൊ കത്തിന്റെയൊക്കെ മോഡൽ നിരവധി പ്രാവശ്യം നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്രവാർത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനൊരു ഹെഡിങ് വേണം. ആ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ഹെഡിങ് സ്വന്തം ലേഖനെന്നോ /ഇട്ട് അല്ലെങ്കിൽ പ്രത്യേക ലേഖനെന്നോ എഴുതിയിട്ട് തിരുവനന്തപുരം എന്ന് എഴുതി പാരഗ്രാഫാക്കി വാർത്ത
3 4 പാരഗ്രാഫ് ആക്കി എഴുതുക. ഇനി കത്തിലും നമുക്ക് അതിൻ്റെതായ രൂപഘടനയുണ്ടല്ലോ. പ്രേക്ഷകൻ, പ്രേക്ഷിത, മേൽവിലാസം ഒക്കെ എഴുതണം. പിന്നെ സ്വീകർത്താവ് അതിന്റെ താഴെ എഴുതണം, അല്ലെങ്കിൽ ഗ്രാഹകൻ, ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത്. മേൽവിലാസം അഭിസംബോധന ചെയ്തിട്ട് കത്തിന്റെ ഉള്ളടക്കം, കത്തില് പാരഗ്രാഫ് തിരിച്ച് കാര്യങ്ങൾ പറയുന്നു. അവസാനം കളക്ടറെ കാണല്ലോ. അപ്പോൾ നമ്മൾ എഴുതി ഒപ്പ്, പേര്, തീയതി, ഒപ്പ്, പേര്, തീയതി എന്നിവ എഴുതണം. അപ്പൊ പ്രേക്ഷകനും ഗ്രാഹകനും താഴെയോ മുകളിലോ എഴുതാം. 3 മാർക്കിന്റെ അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവ്വവ്യാപിയുമായി കൽപ്പിച്ചതിലൂടെ വ്യാസം നൽകുന്ന താക്കീത്. പകയുടെ പ്രതിരൂപമാണ് അശ്വത്ഥാമാവ്. അവൻ ജീവിച്ചിരുന്ന രാത്രി ഉറങ്ങിക്കിടന്നവരെ കൊന്നെന്ന് മാത്രമല്ല, അവന്റെ പക കൂടിയപ്പോൾ കയ്യിരുന്ന ബ്രഹ്മാസ്ത്രം വയറ്റിൽ കിടക്കുന്ന ഒരു ശിശുവിന്റെ മേലേക്കാണ് അവൻ എയ്ത് വിട്ടത്, പരീക്ഷത്തിന്റെ. അപ്പൊ ആ ഒരു ഗർഭസ്ഥ ശിശുവിൽ കൂടി അവന് ഈ ഒരു ആയുധം പ്രയോഗിക്കാനുള്ള മനസ്സ് ഉണ്ടായി എന്നുള്ളത് അവന്റെ പകയുടെ ആധിക്യത്തെ കുറിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്നേഹബന്ധങ്ങളില് എല്ലായിടത്തും എപ്പോഴൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവിടെയെല്ലാം നമുക്ക് പ്രശ്നമായി വരുന്നത് ആരാണ്? ഇതുപോലുള്ള പക എന്ന വികാരമാണ്. അതുകൊണ്ടാണ് ഇത് എല്ലാ കാലത്തുള്ളവനാണ്, ചിരം കാലം ജീവിക്കുന്നവനാണ് പക എന്നത് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, അതും അർത്ഥപൂർണമായ മൗനങ്ങളാണ്. കടൽ തീരത്തെന്ന കഥയെ അർത്ഥപൂർണ്ണമാകും. ശരിയല്ലേ? മൗനമാണ് അവിടെ കൂടുതലും. അച്ഛനും മകനും തമ്മിൽ കണ്ട് കെട്ടിപ്പിടിക്കുന്നേ ഉള്ളൂ, പക്ഷെ അതിനിടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കൈമാറുന്നുണ്ട്. നിശബ്ദതയ്ക്കാണ് കഥയിൽ കൂടുതൽ പ്രാധാന്യം. നീലി എന്നൊരു വിളി, മരക്കാരെ, വെള്ളായി, ഇങ്ങനെയുള്ള വിളികളിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. മൗനത്തിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. ഇനി നോക്കണേ, അടുത്ത ചോദ്യം ഏതെങ്കിലും 2 ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതുക. പോയതൊക്കെ അഥവാ നമുക്കയെ പ്രായവും സപതി മാറി കാര്യവും. ദിവാകരൻ ഇങ്ങനെ പറയുന്നതിന്റെ പൊരുൾ കണ്ടെത്തുക. ഇത് ദിവാകരൻ അവൾക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. പോയതൊക്കെ അഥവാ മറന്നു കളയുക. ഇനി നമ്മുടെ പ്രായവും മാറി, നമുക്ക് ജീവിതത്തിൽ എനിക്ക് നിന്നോട് വലിയ സ്നേഹമൊന്നുമില്ല, ഞാൻ സന്യാസത്തിലേക്ക് തിരിയുകയാണ്, അതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്നൊരു ഇത് കൊടുക്കുന്നതും കൂടെയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ നടത്തുന്ന യാത്രകളിൽ മകന്റെ മുൻകാല ജീവിത അനുഭവങ്ങളിലേക്കുള്ള യാത്രയായിട്ട് മാറുന്നുണ്ടല്ലേ. അതായത് അവൻ ഓരോ പ്രാവശ്യം അമ്മയെ ഓരോ സ്ഥലത്ത് ആശുപത്രി കൊണ്ട് ഉപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ, പണ്ട് പനിച്ചത് അമ്മ പടികൾ കയറി തന്നെ കൊണ്ട് ഓടിയതും, വിദ്യാലയത്തിന്റെ മുറ്റത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ താൻ കരയുമ്പോൾ അമ്മ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നതും, ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്തും അവന്റെ പഴയകാല ഓർമ്മകളിലേക്ക് അവൻ എത്തിച്ചേരുന്നുണ്ട്. എല്ലാ കാലത്തും മനുഷ്യനെ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില ജീവിത സത്യങ്ങളാണ്. ശരിയല്ലേ? ലക്ഷ്മണ സാന്ത്വനത്തില് ഇതിനി കാലാകാലം എത്ര കാലം കഴിഞ്ഞാലും ഇതുപോലെ സമ്പത്തിനോടും ഐശ്വര്യത്തിനോടുള്ള മനുഷ്യന്റെ ആഗ്രഹവും അതിന്റെ മായാവശങ്ങളും അത് നമ്മളിൽ നിന്ന് പെട്ടെന്ന് ഇല്ലാതാകുന്നതാണെന്നും ആയുസ് അസ്ഥിരമാണെന്നും സുഖങ്ങളെല്ലാം മിന്നൽ പോലെ ക്ഷണികമാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും ഒന്നുപോലെ. മനുഷ്യരൊരു വീട്ടിൽ ഒരുമിച്ച് കൂടി ജീവിക്കുന്ന വളരെ പെട്ടെന്ന് അവരില്ലാതാകുന്നു. അത് ഈ ഒരു ചുട്ടുപഴുത്ത ലോകത്തിൽ വീഴുന്ന വെള്ളത്തുള്ളിക്ക് സമാനമാണ് നമ്മുടെ ജീവിതം. ഇതൊക്കെ കാലാകാലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അറിവില്ലാത്തവർക്ക് വെളിവുണ്ടാകാനുള്ള സ്വാമികളുടെ കഴിവ് വ്യക്തമാക്കുന്ന സംഭവം വിവരിക്കുക. അപ്പൊ ഇതിനകത്ത് ചട്ടമ്പി സ്വാമികൾ എന്നുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിനകത്ത് ചെമ്പ് സ്വർണമാക്കാൻ ആഗ്രഹിച്ച ശിഷ്യനും സ്വാമികൾ നൽകിയ പാഠവും. അപ്പോൾ അത് അറിവ്, ശരിക്കുള്ള അറിവില്ലാത്തവന് കൊടുത്തൊരു പാഠമായിരുന്നു. അതുപോലെ അടുത്തൊരു ചോദ്യം അതിനകത്തുനിന്ന് വരുന്നത്, വിജ്ഞാനദാഹിയെ വിപ്ലവകാരി എന്ന് വിളിക്കുന്ന എന്തുകൊണ്ട്? അദ്ദേഹം സംഗീതം, സാഹിത്യം, വ്യാകരണം, ചിത്രരചന, വൈദ്യം, മന്ത്രവാദം, അഭിനയം തുടങ്ങിയവയിലെല്ലാം പാണ്ഡിത്യം നേടി. അപ്പം വിജ്ഞാനദാഹി ഒരു വിപ്ലവകാരിയായിരുന്നു ചട്ടമ്പി സ്വാമി. ഇനി അദ്ദേഹത്തിന് കുടുംബ പശ്ചാത്തലത്തിനെ കുറിച്ച് ഒരു ചോദ്യം ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. ജനനത്തെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചും അതൊക്കെ നമ്മുടെ പാഠഭാഗത്തിന്റെ 1ാമത്തെ അധ്യായത്തിൽ തന്നെ അത് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലാണ്. നമുക്ക് ഇതിന്റെ ചോദ്യം ഉത്തരം കൂടെ ഞാൻ ഇതിനകത്ത് കൊടുക്കാം, നിങ്ങൾ അത് റെഫർ ചെയ്യുക. പിന്നെ പാഠഭാഗങ്ങൾ വ്യക്തമായി അറിഞ്ഞിരുന്നാൽ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. പരീക്ഷ അടുത്ത് വരികയാണല്ലോ, പലപ്പോഴും ചില ചോദ്യങ്ങൾ ടീച്ചർ ഇതിനകത്ത് നിങ്ങൾക്ക് നൽകാം. അപ്പോൾ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. എഴുതുമ്പോൾ ടൈം വളരെ കുറച്ച് മതി, കാരണം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എഴുതുന്നില്ലല്ലോ. 3 മണിക്കൂറുണ്ട്. വായനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പാരഗ്രാഫ് വായിച്ചൊക്കെ ഉത്തരം എഴുതുന്നത്
മാർക്ക് അതേപോലെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ. കുറച്ച് പത്രവാർത്തയൊക്കെ കൂടുതൽ വായിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.